ഒരു വർഷം നീണ്ട മൗനനാടകത്തിന് തിരശ്ശീലയിട്ട് മിണ്ടിത്തുടങ്ങിയ നാൾ തൊട്ട് നമ്മൾ അന്യോന്യം ഇഷ്ടത്തിലായിരുന്നു. സ്വരുക്കൂട്ടി വെച്ച ഇഷ്ടം അധികം താമസിയാതെ സ്വാഭാവികമായി പ്രണയവും സ്നേഹവും സാഹസിക സഹയാത്രിത്വവുമായി മാറുകയായിരുന്നു. ക്ഷുഭിത യൗവനത്തിലെ ആ പ്രണയ വിപ്ലവങ്ങൾ നമ്മെ നടത്തിച്ച അഗ്നിപഥങ്ങൾ എത്ര വിചിത്രങ്ങളായിരുന്നു. ഇരുഹൃദയങ്ങൾ മാത്രം സാക്ഷ്യം കൊണ്ട പ്രക്ഷുബ്ധ വസന്തങ്ങൾ, ദുരിതപ്പെയ്ത്തുകൾ. എങ്കിലും നമ്മുടെ കുഞ്ഞു പ്രപഞ്ചത്തിൽ ആധികളൊന്നും തീണ്ടാതെ വ്യാധികളൊന്നും ഉലയ്ക്കാതെ 2 ദിനങ്ങളെ നമ്മൾ ഇന്നും കാത്തു സൂക്ഷിച്ചു. ഒന്ന്, മലയോരത്തെ ഒരു വലിയ കുന്നിൻ്റെ കൃത്യം പകുതിയിലെ യേശുവിൻ്റെ ഗെത്സമനി ദൃശ്യം ചില്ലിട്ട് വെച്ച ഓടിട്ട വീട്ടിൽ ഞാൻ ഉറ്റ സുഹൃത്തുമൊത്തെത്തിച്ചേർന്ന് ആഘോഷിച്ച അവളുടെ പിറന്നാൾ ദിനം മാർച്ച് 23. മുകളിൽ നിന്നൊഴുകി ഇളംപാറയെ തഴുകി താഴെ ഗർത്തത്തിലേക്ക് കുതിക്കുന്ന അരുവിക്കരികെ നമ്മൾ പ്രണയമേറ്റുപിടഞ്ഞ അപരാഞ്ഞം. അധരങ്ങൾ കൊണ്ട് ഹൃദയങ്ങൾ താഴിട്ട ഗാന്ധർവമുദ്ര. 2, അവളുടെ ഇഷ്ടങ്ങളിൽ എന്നും ഉദിച്ചു നിന്ന എൻ്റെ പിറന്നാൾ ജനുവരി 17. എന്നിൽ നിൻ്റെ പ്രണയമേൽപ്പിച്ച ദൈവത്തിന് എന്ന നന്ദിയിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയിക്കുന്ന ദിനം. കാലം ചെല്ലെ ഓരോ വർഷങ്ങളിലെയും നമ്മുടെ ഏറ്റവും പ്രണയനിർഭരമായ മണിക്കൂറുകൾ ജനുവരി 17-ൻ്റേതായി മാറി. കൈമാറുന്ന ഇഷ്ടങ്ങൾ, ഓർത്തുവെച്ച കൗതുകങ്ങൾ, അപ്രതീക്ഷിത സമ്മാനങ്ങൾ, അനിർവചനീയ സമാഗമങ്ങൾ, നിറമുള്ള സാരികൾ, ആശിച്ച ഷർട്ട്-പീസുകൾ, സ്വർണ്ണച്ചട്ടയുടെ ഡയറികൾ, യൂണിബാളിൻ്റെ പേനകൾ, തൊങ്ങല് വെച്ച ഷാളുകൾ, ഗസലിൻ്റെ കാസറ്റുകൾ, കറുത്ത ലെതർ പേഴ്സുകൾ, അതിസുന്ദരമായ ഗ്രീറ്റിംഗ് കാർഡുകൾ, എഴുതി അർപ്പിച്ച കവിതകൾ. ഏതോ ഒരു അപക്വവേനലിൽ നമ്മളിൽ പൂവിട്ട ആ മരം നമ്മളിൽ തന്നെ കൊഴിഞ്ഞു തീർന്നു. പിന്നെ അപരിചിതരുടെ സന്ദർശനങ്ങൾ നിറഞ്ഞ അജ്ഞാതവാസത്തിൻ്റെ 3 വർഷങ്ങൾ നമ്മെ കടന്നുപോയി. മറുത്തും പുറത്തും മറന്നെന്നോർത്ത 2005-ലെ ഒരു ധനുമാസ രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. പതിഞ്ഞ സംസാരത്തിൻ്റെ അവ്യക്തതയോടുള്ള നീരസം പ്രകടിപ്പിച്ചപ്പോൾ ഓരോ വാക്കും തെളിഞ്ഞു കേട്ട മറുപടി വന്നു. ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലാണ്. വിധി നിയോഗം ഓർത്തു നോക്കൂ. ജനുവരി 17-നാണ് കല്യാണം.